നമസ്കാരം, ഫസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. സൂപ്പർ ബൈക്കുകളായാലും ടൂററുകളായാലും ഇപ്പോൾ കേരളത്തിലെ നിരത്തുകളിൽ വളരെ സജീവമാണ്. ഒരുപാട് ആക്സെപ്റ്റബിലിറ്റി ഇത്തരം വാഹനങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായ ഓട്ടോ ഗുസി അവരുടെ ഒഡാച്ചെ എന്ന വാഹനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒഡാച്ചയുടെ സവിശേഷതകളാണ് ഇന്ന് ഫസ്റ്റ് ഡ്രൈവിൽ. ക്രൂസർ വിഭാഗത്തിൽപ്പെട്ട ബൈക്കാണ് മോട്ടോ ഗുസിയുടെ ഒഡാച്ചെ. ആദ്യ നോട്ടത്തിൽ വാഹനത്തിന്റെ വലുപ്പം തന്നെയാണ് പ്രധാന ആകർഷണം. നമ്മുടെ ഒരു ഓട്ടോറിക്ഷയുടെ നീളം ഈ വാഹനത്തിനുണ്ട്. കരുത്തനാണെന്ന പ്രതീതി ഈ വാഹനത്തിന് വലുപ്പം നൽകുന്നു. വലുപ്പം എന്നാൽ വാഹനത്തിന്റെ ഭാരം കൂട്ടുന്നുമുണ്ട്. വി ട്വിൻ എഞ്ചിൻ തന്നെയാണ് വാഹനത്തിന്റെ ഭാരം കൂട്ടുന്നത്. വലിയ ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ് ഒഡാച്ചയ്ക്ക്. ഒരു അനലോഗ് ടാക്കോമീറ്ററുമുണ്ട്. പരന്ന വീതിയുള്ള ഹാൻഡ് ബാറാണ്. ഇത് ബൈക്കിന് കൂടുതൽ അക്രമോത്സുക ഫീൽ നൽകുന്നു. ഒപ്പം വാഹനം നിയന്ത്രിക്കാനുള്ള എളുപ്പവും. $20 ലിറ്റർ ഇന്ധനം നിറയ്ക്കാവുന്ന വലിയ ടാങ്കുകളോട് ചേർന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വി ട്വിൻ എഞ്ചിനാണ് ഒഡാച്ചയ്ക്ക്. കൂടാതെ കൺസോളിൽ മറ്റ് കൺട്രോളുകളുടെ ഡിസ്പ്ലേയും ഉണ്ട്. മാർദ്ദവമേറിയ ഹാൻഡിൽ ഗ്രിപ്പുകൾ ദീർഘദൂര യാത്രയ്ക്ക് സുഖം പകരുന്നു. ഒപ്പം നല്ല ഗ്രിപ്പുള്ള ബ്രേക്ക് പെഡൽ സുരക്ഷ ഉറപ്പു നൽകുന്നു. വലിയ വിഭജിച്ച സീറ്റുകളാണ്. പുറകിലത്തെ സീറ്റ് ഉയരത്തിലും. ലെതർ സീറ്റുകളാണ് ഇവ. കാർബൺ ഫൈബർ മഡ്ഗാർഡിന്റെ പുറകിലാണ് ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും ഉറപ്പിച്ചിട്ടുള്ളത്.
നേരത്തെ പറഞ്ഞതുപോലെ വലുപ്പത്തിനൊപ്പം കരുത്തും നൽകുന്നതിനായി ഒഡാച്ചയ്ക്ക് 1380cc ചേർത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് എയർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഉള്ളത്. പൊതുവെ ക്രൂസർ ബൈക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഹീറ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബാക്കിയുള്ള ക്രൂസർ ബൈക്സിനൊക്കെ എയർ കൂൾഡ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് ലിക്വിഡ് കൂൾഡും കൂടിയാണ്. അതാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് മോട്ടോ ഗുസി ഒഡാച്ചയ്ക്ക് വരുന്നത്. വലിയൊരു വിറയലോടെ സ്റ്റാർട്ടാകുന്ന എഞ്ചിൻ പിന്നീട് ശാന്ത സ്വഭാവമുള്ള മൂളലിലേക്ക് മാറുന്നു. ക്രൂസർ ബൈക്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് ഷാഫ്റ്റിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് ഓടിക്കാനായിട്ട്. ചെയിൻ ഡ്രൈവിൻ്റെയും ബെൽറ്റ് ഡ്രൈവിൻ്റെയും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഷാഫ്റ്റിൽ ഓടിക്കുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ഇതിന് ക്രൂസ് കൺട്രോൾ മോഡും ട്രാക്ഷൻസും അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നല്ലൊരു കംഫർട്ട് റൈഡിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആക്സിലറേറ്റർ തിരിച്ചു കഴിഞ്ഞാൽ 2000 RPMന്റെ കരുത്തും. സ്പോർട്ടി, വെറ്റ്, ടൂറിംഗ് എന്നീ 3 റൈഡിംഗ് മോഡലുകൾ ഈ കൂറ്റനുണ്ട്. മൂന്ന് തരത്തിലുള്ള ട്രാക്ഷൻ കൺട്രോൾ വേഗതയിലും ഒഡാച്ചയ്ക്ക് റോഡിൽ മികച്ച നിയന്ത്രണം ഉറപ്പുവരുത്തുന്നു. മോട്ടറിൽ നിന്നും ഷാഫ്റ്റ് വഴി വീലിലേക്ക് കരുത്തെത്തുന്നതിനാൽ 96 bhp ഒട്ടും ചോരുന്നില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് മുഴുവനായി ഉപയോഗിക്കാൻ നമ്മുടെ ദേശീയപാത പോരാതെ വരും. നീണ്ട റോഡുകളിൽ ഈ വാഹനത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ചില സമയത്തെങ്കിലും നമ്മളിലെ അർണോൾഡിനെ ഉണർത്തും. പിന്നെ പതുക്കെ കാഴ്ച കണ്ടു പോയാൽ മതിയെങ്കിൽ ക്രൂസ് കൺട്രോളുമുണ്ട്.
ഭീമാകാരനായ ഒഡാച്ചയുടെ മുന്നിൽ ടെലസ്കോപ്പിക് ഫോർക്ക് ലെൻസും പുറകിൽ ഷാഫ്റ്റിനോട് ചേർന്നുള്ള അലോയ് സ്വിംഗ് ആം സസ്പെൻഷനുമാണ് ഉള്ളത്. സുരക്ഷയ്ക്കായി 230 mm ഇരട്ട ഡിസ്ക് മുന്നിലും 282 mm ഡിസ്ക് പുറകിലും. നികുതിയടക്കം നിരത്തിലെത്തുമ്പോൾ 27 ലക്ഷത്തിനടുത്ത വാഹനത്തിന്റെ വില. മോട്ടോ ഗുസ്സിയുടെ ഒഡാച്ചെ സംഭവം രസകരമൊക്കെയാണ്. എന്നാൽ വാഹനം ചെറിയ വഴികളിൽ നിന്നുപോയാൽ പുറകോട്ട് തള്ളണമെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും.